ശബരിമലയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ഇന്നലെ 92,562 പേരാണ് ദർശനത്തിനെത്തിയത്. ഈ വർഷം ഏറ്റവും അധികം ആളുകൾ എത്തിയ ദിവസം കൂടിയായിരുന്നു വെള്ളിയാഴ്ച. ഇന്നും തിരക്ക് തുടരുകയാണ്. 7 മണി വരെ 27,000-ത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സുജു ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. വലിയ തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത്. ഇന്നലെ ഏറെ ആളുകൾ വന്നൊരു ദിവസം കൂടിയായിരുന്നു. ഇന്നും അത്തരത്തിൽ 7 മണിക്കകം തന്നെ 27,000-ത്തോളം ആളുകൾ ദർശനത്തിനെത്തിയെന്ന് പറയുമ്പോൾ തിരക്ക് കുറയാൻ ഒട്ടും സാധ്യത ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായിട്ടും പ്രിയ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നും തിരക്ക് തുടരുകയാണ്. ഇന്നലെ 92,562 പേർ ദർശനം നടത്തിയപ്പോൾ അതിൽ പുൽമേട് വഴി 2,722 പേരും സ്പോട്ട് ബുക്കിംഗ് മുഖേന 17,425 പേരുമാണ് ദർശനം നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഈ സീസണിലെ ഏറ്റവും അധികം ആളുകൾ എത്തിയ ദിവസമാണ്. 90,000-ന് മുകളിൽ ആളുകൾ എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സ്പോട്ട് ബുക്കിംഗ് ആണ് 17,425. ADGP ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തിയപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് കണക്കുകൾ 10,000-ആയി ചുരുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് 17,000-തോളം എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്പർ വലിയ സംഖ്യ തന്നെ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ആ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില വിവാദങ്ങളും ചില ആളുകൾ അത് സുവർണാവസരമാക്കി മാറ്റാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം അപ്രസക്തമാകുന്ന രീതിയിലാണ് ശബരിമലയിലെ തിരക്കും അവിടുത്തെ വരുമാനത്തിന് വർധനവും എല്ലാം തന്നെ തുടരുന്നത്. ഇപ്പോൾ പൂജ നടക്കുന്ന സമയമായതുകൊണ്ട് ദർശനത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് കൂടി ആകാം ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ 18-ാം പടിയുടെ മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തീർത്ഥാടകർ നല്ല രീതിയിൽ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് തിരിച്ച് 18-ാം പടിയുടെ സമീപത്തേക്ക് വരുമ്പോഴും ഫ്ലൈ ഓവറിലൊക്കെ നോക്കുമ്പോഴും അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ 82,000 തീർത്ഥാടകർ എത്തി എന്ന് പറയുമ്പോൾ അതിൽ 90-ന് മുകളിൽ എത്തുമെന്ന് പറയുമ്പോഴും പരാതികളോ പരിഭവങ്ങളോ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നോ എന്നോ ഒന്നും തന്നെ ആരും പറയുന്നതായി കേൾക്കുന്നില്ല. എവിടുന്ന് വരുന്ന എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? മല കയറുന്നതൊക്കെ കുഴപ്പമില്ല. മുംബൈ എത്തി. മുംബൈയിൽ 4:30 മണിക്ക് മുംബൈയിലെത്തി. 4:30 മണിക്ക് എത്തി മുംബൈയിൽ. വരുന്ന വഴി കുടിവെള്ളവും സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് തീർത്ഥാടകരുടെ 92,000 തീർത്ഥാടകർ എത്തി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായമാണ് ഓരോ തീർത്ഥാടനം ലഭിക്കുന്നത്. ചേട്ടാ, എവിടുന്ന വരുന്നത്? തിരുവനന്തപുരത്ത്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് വന്നത്. എങ്ങനെയുണ്ട് വരവൊക്കെ യാത്ര? കുഴപ്പമില്ലായിരുന്നു. ഒരുവിധം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എന്തായാലും എത്താൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് കുടിവെള്ളവും കാര്യങ്ങളൊക്കെ എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് തന്നെ ഇന്നലെ 90,000-ന് മേളിൽ ഇന്നലെ തീർത്ഥാടനം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരുമ്പോൾ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, വലിയ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക്. എങ്കിലും തിരക്കുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ എല്ലാം തിരക്കുണ്ടെങ്കിൽ നമുക്ക് കാര്യം വളരെ സുഗമമായിട്ട് വരാൻ സാധിച്ചു. എന്തായാലും പ്രിയ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. 90,000-ന് മുകളിലേക്ക് നമ്പർ എത്തുമ്പോഴും ആളുകൾക്ക് സുഗമമായി എത്താൻ സാധിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്ത വികസനങ്ങളെല്ലാം തന്നെയാണ് ഇതിലേക്ക് വഴിവെക്കുന്നത്. സുജു, ഞാൻ ഈ വിഷയത്തിൽ നിന്നും മാറി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ദിലീപിന്റെ സന്ദർശനവും അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സംഭവങ്ങളും ഒക്കെയാണല്ലോ ഇപ്പോൾ വലിയ വിഷയമായി നിൽക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രിയ, ദിലീപ് വൈകിട്ട് ഹരിവരാസനം 19:50 ഹരിവരാസനം സമയത്തെത്തുന്നത്. ഹരിവരാസനം സമയത്ത് എത്തിയപ്പോൾ ദിലീപിന് VIP പരിഗണന നൽകിയെന്നാണ് കോടതി ഇപ്പോൾ സ്വമേധയെടുത്ത കേസിൽ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്നലെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പ്രതികരിക്കുകയുണ്ടായിരുന്നു. മുരാരി പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിലൊന്നും ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിനോ മറച്ചു വെക്കാനില്ല, വിശദമായ റിപ്പോർട്ട് നൽകും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ കോടതിക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇന്ന് CCTV ദൃശ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം കാട്ടാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ സമയം എന്താണ് കൃത്യമായി നടന്നത്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം CCTV ദൃശ്യങ്ങളിൽ നിന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് മറച്ചു വെക്കാനും സാധ്യമല്ല എന്നാണ് മുരാരി ബാബു പറഞ്ഞത്. അത് വസ്തുത കൂടിയാണ്. കാരണം CCTV ദൃശ്യങ്ങളിൽ ദിലീപ് എത്തുന്ന സമയമുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. ശബരിമലയെ സംബന്ധിച്ചോളം നമുക്കറിയാം, എല്ലാ സ്ഥലത്തും പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കോടതിക്കല്ല ആർക്കും വ്യക്തത തേടണമെങ്കിൽ അത് CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. എന്തായാലും ദിലീപിനെ പോലൊരു വ്യക്തി ഈ മുൻനിരയിൽ നിന്ന് വന്ന് നിൽക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് കോടതി തന്നെ അതിനൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം കോടതി
കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പരാമർശമുണ്ട്. അത്തരത്തിൽ ആരും ഒരു VIP പരിഗണന ലഭിച്ചുകൊണ്ട് തീർത്ഥാടന സമയത്ത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്കറിയാം എത്രയോ കിലോമീറ്റർ അല്ലെങ്കിൽ എത്രയോ മണിക്കൂറുകൾ സഞ്ചരിച്ചു വരുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകരാണ്. അവർ അവസാന നിമിഷം അയ്യപ്പനെ ദർശിച്ച് 18ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശനം നടത്തി അവർക്ക് പോകുക എന്ന വലിയ വിശ്വാസമാണ്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ തീർത്ഥാടകർക്ക് ആളുകൾ എത്തുന്നത് ശരിയുമല്ല എന്നാണ് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്. പ്രിയ ശരി, സുജു ആണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശബരിമലയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നും ഈ സമയങ്ങളിലൊക്കെയും വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. 7 മണി വരെ ഏതാണ്ട് 27,000-ത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.